ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെ കേട്ടോ. ഈ സമയം 6:50 എണീക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരാളത് എണീറ്റിട്ട് തല പൊക്കി നോക്കുന്നുണ്ട്. ആയി ടാറ്റ ബൈ ബൈ, ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ടാറ്റ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒറ്റ ദിവസം നമ്മൾ അത് തന്നെ ഇന്നത്തെ ഒറ്റ ദിവസം നമ്മൾ ചുരുക്കി ഇങ്ങനെ കാണിക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ദീപണ്ണത ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. കുഞ്ഞിപ്പെണ്ണ് എണീക്കണം, പല്ലേക്കണം, ചാടിക്കണം, ബെൽറ്റ് ഇടണം, വെയിറ്റ് ഇട്ട് കിടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇനി അതിലേക്കൊക്കെ പോവാം. ദീപണ്ണേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. നിങ്ങൾ പല്ല് വെച്ചിട്ട് വരാന്ന് പറ. പല്ല് തേച്ചിട്ട് വരാ കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ റൂമിൽ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. ഇത് നമ്മുടെ പുതിയ ഗജവീരന്മാർ നമ്മുടെ ഈ സൈഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മുടെ ഈ സൈഡിലും നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ദീപണ്ണത് അവിടെ രണ്ടായിട്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ ഫോൺ, ഇവിടെ പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി പുതിയ അതിഥികളുണ്ട്, അവിടെ കൂടി കാണിച്ചാൽ ഒരാൾ കൊണ്ട് രണ്ടാൾക്കാർ പിടിക്കും. കണ്ടോ? ഇനി ഒരാള് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഈ മുട്ടയിട്ട് കുട്ടികളൊക്കെ ആയി സെറ്റാവും. അപ്പം ഇനി നമുക്ക് പല്ലൊക്കെ തേക്കട്ടെ. ദീപണ്ണ് എണീക്കും, ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ദീപണ്ണ് വെയിറ്റിട്ട് ഊരിക്ക് വെയിറ്റ് ഇട്ട് തരണം. അതൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇനി ചോറ് വെക്കണം, കറി വയ്ക്കണം, അങ്ങനെ പോകും. കർട്ടൻ മാറ്റി ജെല്ല് തുറന്നു. പിന്നെ ഇത് അടുക്കള. ഇനി ചോറ് വയ്ക്കണം, കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം. കുട്ടിക്കും എനിക്ക് മാത്രം, ഏട്ടൻ കഴിക്കില്ല, ഉപ്പുമാവ് ഇഷ്ടമില്ല. അപ്പോൾ കറിന് എന്തെങ്കിലും കുടിക്കും. പിന്നെന്താ, അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് അടുപ്പൊക്കെ അതാ സൂപ്പറായിട്ട് കത്തിച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ തക്കത്തിന്. ഇനി ഉപ്പുമാവിൻ്റെ പണി നോക്കാം. 7:10 പാല് വാങ്ങിക്കാൻ പോകണം. കുട്ടി കുറുക്ക് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിയിട്ട്, അപ്പോൾ ഇതവിടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പാല് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി വാങ്ങിച്ചു. പാലെടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് സെറ്റായി, അരി ഇട്ടിട്ടുണ്ട്. ഇനി കറി വയ്ക്കണം, മുളക് പൊളിപ്പിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. അടിച്ചുകാരൻ്റെ പേരിടയ്ക്ക് വെറുതെ കഴിച്ചു കേട്ടോ, ഫോൺ എടുത്തില്ല. ഇനി ഈ പാൽ തിളപ്പിച്ചിവിടെ വയ്ക്കണം, ചായ ഉണ്ടാക്കണം, ചായ കുടിക്കണം. അങ്ങനെ ഈ ചായ കുടിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ കടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, റവ ഉപ്പുമാവാണ്. പിന്നെ ദീപണ്ണ് പഴമെടുക്കാൻ പോയിട്ടുണ്ട്, അതാണ് നടക്കുകയും. ഇത് വീട്ടിലുണ്ടായതാ കേട്ടോ. ഇനിയിപ്പോൾ എന്താ സ്പെഷ്യൽ? എന്താണ്? ഉപ്പുമാവും പഴവും പിന്നെ കൂടത്തിൽ കട്ടൻ ചായയും. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. ചോറായിട്ടില്ല, അതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാള്
ഇവർ തിന്നാൻ നോക്കിയിരിക്കും, എന്നിട്ട് കഞ്ഞിയായിട്ട് കഞ്ഞി കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇതെന്താ കറി ഉണ്ടാകുന്നത്? കറി എന്താ, മോരുകറി ഇന്നലത്തെ കുറച്ചിരിക്കുന്നുണ്ട്. ഇന്നലത്തെ മോരുകറി ഉണ്ട്. കാരണം മോരുകറിയൊക്കെ ഇന്നലെ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ തലേന്നത്തേക്ക് നല്ല സൂപ്പർ, പിറ്റേത്തേക്ക് സോറി, ഇന്നലെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് മോരുകറി നല്ല, മോരുകറി മത്തിക്കറി എന്തെങ്കിലും ചേരുവകളൊക്കെ കയറുന്ന സാധനം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ചോറിന് കൂട്ടുക, പിന്നെ ഉള്ളിൽ തക്കാളി വാട്ടുക, പിന്നെ ചെറിയ ചമ്മന്തിയൊക്കെ ഉണ്ടാവും, ചമ്മന്തി പൊട്ടിയുള്ള ഉഷാർ. അതൊക്കെ മതി. എന്തിനാണ് ആർഭാടൊക്കെ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ ഇന്ന് ഇവര് ചായ കുടിച്ചോട്ടെ. എന്നാ കുടിച്ചോ. ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ചായ പെണ്ണ് കട്ടുപോയെ. അപ്പൊ ചായ കൂടി കഴിഞ്ഞു. ഇനി ഇതപ്പൊ രൗദ്രക്കുട്ടി ചായ കുടിച്ചു കഴിഞ്ഞാൽ മേശേന്റെ കോലമൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കണം, അടിച്ചു വാരണം. ഇനി പാത്രം ഉണ്ട് കഴുകാൻ, അത് കഴുകണം. അപ്പത്തേക്കും ചോറ് വറക്കാനാവും. പിന്നെ പെണ്ണിനെ കുളിപ്പിക്കുക. ഇനി മോളെ കുളിപ്പിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. വെള്ളം ഇനി കുട്ടിക്ക് എണ്ണ തേച്ചു കൊടുക്കണം, മോളെ കുളിപ്പിക്കണം. മോളെ വാ കുളിക്കുക. ഒരാള് അതിന് പിച്ച വെച്ച് നടന്നു വരുന്നുണ്ട്. ആൾക്ക് കുളിക്കാനുള്ളത്, ആളെ കയ്യിൽ ഫോൺ കൊടുക്കാനാണ്. ആൾക്ക് ഫോൺ കൊടുത്താൽ ശരിയാവൂല. അപ്പൊ ഞാനിതാ തുടയ്ക്കാൻ പോവുക. രൗദ്രക്കുട്ടി ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വാശിയാണ് പെണ്ണിൽ നിന്ന്. അപ്പൊ ഞാൻ വേഗം തുടച്ച് പണി തീർക്കട്ടെ കേട്ടോ. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോറുണ്ണാൻ പോവാണ്. ഇതാ ചോറും മോരുകറി ഉണക്കവി വറുത്തതുണ്ട്. രൗദ്രക്കുട്ടിക്കും അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഒക്കെ വേണ്ട. ഒരാളിത് അവിടെ ഇരുന്നത് ഞാനിതാ പെണ്ണ് കൊടുത്തിട്ട് ഇപ്പൊ ചോറുണ്ണാൻ പോവാട്. ചോറിന്നിട്ട് കാണാം. അപ്പം പക്ഷേ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് തീപ്പെണ്ണ് നനച്ചു, പിന്നെ മുറ്റടിച്ചു വാരി, ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോ, ഇതൊക്കെ ചെയ്യണ വീഡിയോ എടുത്തതാണ്. അത് പക്ഷേ ദീപണ്ണിൻ്റെ ഫോണിൽ നിന്ന് എടുത്തു. പക്ഷേ ഗ്യാലറിയിൽ വീഡിയോ വന്നില്ല. അതുകൊണ്ട് ഒന്നും കൂടിയും വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ മുറ്റടിച്ചു വാരി, ചെടികൾ വെള്ളം നനച്ചു, പിന്നെ നാളത്തേക്കുള്ള ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചു അല്ലേ? ആ വീഡിയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ദീപണ്ണ് ഭയങ്കര കുളിസലിക്ക് ഞങ്ങൾ രണ്ടാളും വീഡിയോ എടുത്തതാണ്. പക്ഷേ ആ വീഡിയോ ഒന്നും ഫോണിൽ വരാത്തതുകൊണ്ട് വീഡിയോക്ക് എന്തെങ്കിലും വൈൻഡപ്പ് വേണ്ടേ, അപ്പോൾ ഒന്നും കൂടി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒന്ന് ദീപണ്ണാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ നല്ല വൃത്തിയിൽ വീഡിയോ എടുക്കാനൊക്കെ പഠിക്കുന്നതായിരിക്കും. വരും വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ആരെങ്കിലും ഉണ്ടാക്കേണ്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും പറയുകയാണ്, നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് ഫോണിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ കയറി വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഷെയർ ചെയ്യാനൊന്നും പറയുന്നില്ല. ഷെയർ ചെയ്യേണ്ട, നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട. വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം മതി. കമൻറ്റ് വേണം, നല്ല വായിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടം. നിങ്ങൾ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യൊന്നും ചെയ്യണ്ട. എന്തിനായാലും ഷെയർ ചെയ്യണം. അതിന് മാത്രമുള്ള കണ്ടന്റൊക്കെ നമ്മൾ വഴിയെ വരുന്നുള്ളൂ. നമ്മൾ ചേർത്ത് ഈ ചുറ്റുവള്ളി കെട്ടുകളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിച്ച് പൊളിച്ചായിട്ട് നമ്മൾ വീഡിയോ വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ?
യെസ്, ഇനി വീഡിയോ ദീർഘിപ്പിക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി. ഇനി ചായ ഉണ്ടാക്കണം. രാവിലെ ഉറങ്ങുകയാണ്, ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് സന്ധ്യാസമയം ആയില്ലേ? ഇല്ല, 5 മണി ആയിട്ടുള്ളൂ. 6:30 ആകുമ്പോൾ വിളക്കത്തിക്കണം. പിന്നെ വിളക്കത്തിച്ച് എടുത്ത് വെച്ച് പിന്നെ രാത്രിക്കുള്ള ചോറ് ചൂടാക്കണം, കറി ഉണ്ടാക്കണം. കറി ഒന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്ന് കറി ഇല്ലാത്തതുകൊണ്ട് കറി ഉണ്ടാക്കണം അല്ലേ? കറി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തിക്കറി വെക്കണം. അപ്പോൾ അതൊക്കെ തന്നെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് മരുന്നൊക്കെ കഴിച്ച് ചൂട് പിടിച്ച് സുഖനിദ്രയിലേക്ക് പോകും. ഞാൻ ദീപണ്ണ് മാത്രട്ടെ, ഞാൻ പാതിരാക്കുഴീനെ പോലെ തലയും പൊക്കി റോട്ടിക്ക് നോക്കി. ദീപണ്ണിന്റെ ഉറക്കം എന്തായാലും കളഞ്ഞു. ദീപണ്ണെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 10-12 മണിയാകുമ്പോൾ ഉറങ്ങുമ്പോൾ ഒരാളിങ്ങനെ വർത്താനം പറയാം. അപ്പൊ എനിക്ക് എന്താ ഈശ്വര, ഞാൻ ചെല്ലുമ്പോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയാ. എന്നോട് പറയാന്ന് വെച്ചാൽ ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ അതിനെ ഉണർത്തി. പിന്നെ അത് ഉണർന്നപ്പോൾ ആകെ ഇടങ്ങാറായി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.